ഹായ് ഫ്രണ്ട്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു രഞ്ജിത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിലെ കീബോർഡ് ഉണ്ടല്ലോ, കീബോർഡിലെ ഷോർട്ട് കട്ട് കീസ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഭാഗത്തു നിന്നും മത്സര പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളപ്പോൾ സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. അത് മാത്രമല്ല, ഇന്ന് തൊട്ട് കമ്പ്യൂട്ടറിന്റെ ഒരു സീരീസ് തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ IT-യിൽ നിന്നുള്ള ക്ലാസ്സുകളുടെ വീഡിയോ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ പോന്നാൽ മതി. ചെയ്യുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വന്നോളൂ. ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ കമ്പ്യൂട്ടർ എന്ന ഭാഗത്ത് വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചേക്കാം. അത് മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ള എല്ലാ ക്ലാസിന്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫംഗ്ഷൻ കീസ്, കീബോർഡിലെ ഫംഗ്ഷൻ കീസ് ഉണ്ടല്ലോ, അതിന്റെ ഷോർട്ട് കട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. മത്സര പരീക്ഷയിൽ ചോദിക്കും ഫംഗ്ഷൻ കീസിന്റെ എണ്ണം എത്ര കീബോർഡിലുള്ള. അപ്പൊ അത് നമുക്ക് ഈ രീതിയിൽ ഓർക്കാം. ആൽഫബറ്റിക്കല് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ നമ്പറാണ്. ABCDEF അല്ലേ? അപ്പൊ ആ F എന്നാൽ ഫംഗ്ഷൻ എന്നോർത്തോളൂ. ആ Fന്റെ ഇരട്ടിയാണ് ഫംഗ്ഷൻ കീയുടെ നമ്പർ. F ആൽഫബറ്റിക്കൽ 6ാമത്തെ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കീസ് കമ്പ്യൂട്ടറിൽ ആ 6ന്റെ ഇരട്ടിയായിട്ടുള്ള 12 ആണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. എങ്കിൽ F1 എന്നത് എന്തിന്റെ ഷോർട്ട് കട്ട് ആണ് എന്നാൽ F1 ഹെൽപ്പ് ആണ് എന്ന് ഓർത്തോളൂ. അത് ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. F1 എന്നാൽ ഫ്രണ്ട് 1, നമ്മുടെ ഒന്നാമത്തെ ഫ്രണ്ട് നമ്മുടെ ഉറ്റ ചങ്ങാതി ആയിരിക്കും അല്ലേ? അപ്പൊ എല്ലാ ഹെൽപ്പിനും ഓടി എത്തുന്നത് ആ ഫ്രണ്ട് ആയിരിക്കും. അത് വെച്ച് കണക്ട് ചെയ്തോളൂ. F1 എന്നാൽ ഹെൽപ്പ് ആണ്. ഫംഗ്ഷൻ കീസിൽ F1 ഹെൽപ്പ് എന്ന് ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. എങ്കിൽ F2 ഫ്രണ്ട് 2 എന്നാൽ രണ്ട് വ്യക്തികളെ കുറിച്ച് ഓർത്താൽ മതി. ആണും പെണ്ണും രണ്ടുപേരും ഫ്രണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ പിണങ്ങുമ്പോഴത്തേക്കും അങ്ങനെ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആ രീതിയിൽ തന്നെ വെച്ചോളൂ. അപ്പോ F2 എന്നാൽ രണ്ട് ഫ്രണ്ട്സ് ആണും പെണ്ണും ഇടയ്ക്കിടയ്ക്ക് അവര് നെയിം മാറുമല്ലേ പിണക്കം വരുമ്പോഴത്തേക്കും. ആ രീതിയിൽ F2 എന്നാൽ റീനെയിം ആണ് എന്ന് ഓർത്തോളൂ. അങ്ങനെ നെയിം മാറുമ്പോഴത്തേക്കും എന്തായിരിക്കും? F3 ഫ്രണ്ട് 3 എന്നോർത്താൽ മതി. മൂന്നാമത്തെ ഫ്രണ്ടിന് വേണ്ടി എപ്പോഴും സെർച്ചിങ് ആയിരിക്കും എന്നോർത്തോളൂ. F1 മാറത്തില്ല, ഉറ്റ ചങ്ങാതിയാണ്, അതായിരിക്കും എപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. F2 എന്നാൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും രണ്ടുപേരല്ലേ, ആ രീതിയിൽ ഓർത്താൽ മതി. പിണങ്ങുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നെയിം ചേഞ്ച് ചെയ്തോണ്ടിരിക്കും, അതാണ് റീനെയിം. എങ്കിൽ F3 മൂന്നാമതൊരു ഫ്രണ്ടിന് വേണ്ടി, അപ്പൊ അതിനുശേഷം സെർച്ചിങ് ആയിരിക്കും. F3 എന്നാൽ സെർച്ചിങ് ആണ് ഷോർട്ട് കട്ട്. എങ്കിൽ F4 4 ഫ്രണ്ട്സ് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു നാട്ടിലുള്ള ആരെയും ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തോളൂ. 4 പേരെ കൊണ്ട് നല്ലത് പറയിക്കണം എന്നല്ലേ, അതാണ് F4 എന്നാൽ 4 ഫ്രണ്ട്സ്. യൗമാര് വന്നിട്ട് 4 പേരെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മഹാനെയും ക്ലോസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. F4 എന്നാൽ ഷട്ട് ഡൗൺ, ക്ലോസ് അല്ലേ, അടിച്ചങ്ങ് താറുമാറാക്കാൻ പറ്റും 4 പേര് മോശം വർത്താനം പറഞ്ഞാൽ. എങ്കിൽ F5 എന്നാൽ റീഫ്രഷ് ആണ്. 5 ഫ്രഷ് ആ രീതിയിൽ കണക്ട് ചെയ്യണം. F5 റീഫ്രഷ് ആണ്. എങ്കിൽ F6 എന്നാൽ ഹൈലൈറ്റ് അഡ്രസ് ബാർ, 6 ബാർ ആ രീതിയിൽ കണക്ട് ചെയ്തോളൂ. എങ്കിൽ F7 സ്പെൽ ചെക്ക് ആണ്. 7 സ്പെല്ല് ആ രീതിയിൽ ഓർത്താൽ മതി. 7 പോലെയല്ലേ സ്പെല്ല് ഇരിക്കുന്നത്, അപ്പൊ 7 സ്പെല്ല്, അപ്പോ സ്പെൽ ചെക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഓർത്താൽ മതി. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നമ്പറാണ് 7. അപ്പൊ പുള്ളി ക്യാപ്റ്റൻ ആണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബോളേഴ്സിന്റെ സ്പെല്ല് മാറ്റി കൊടുക്കും. അത് വെച്ച് ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ S7 എന്നാൽ 7 സ്പെല്ല് എന്നോർത്താൽ മതി. സ്പെല്ലിംഗ് ചെക്ക് ആണ്. എങ്കിൽ F8 ബൂട്ട് മെനുവിന്റെ ഷോർട്ട് കട്ട് ആണ്. 8 ബൂട്ട് ആ രീതിയിൽ ഓർത്താൽ മതി. എങ്കിൽ F9 റിമൂവ് സെലക്ടഡ് ഐറ്റം. F9 എന്നാൽ അതിന് ഒരുമിച്ച് F9 ഫണ്ണ് എന്നോർത്തോളൂ. അപ്പോ അനാവശ്യമായിട്ടുള്ള ഫൺ പറയുകയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം, പിൻവലിക്കണം കേട്ടോ. ആ രീതിയിൽ ഓർത്താൽ മതി. റിമൂവ് സെലക്ട് ഐറ്റം ആണ് F9 ഫണ്ണ് എന്നോർത്തോളൂ. എങ്കിൽ F10 എന്നാൽ റൈറ്റ് ക്ലിക്ക് ആണ്. F10 റൈറ്റ്. 10 ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി അവർ പോരാടി എന്നോർത്താൽ മതി. 10 പേര് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നീതിക്ക് വേണ്ടി പോരാടുമല്ലോ, ആ രീതിയിൽ ഓർത്താൽ മതി. അപ്പൊ F10 എന്നാൽ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് പോരാടിയത്. റൈറ്റ് ക്ലിക്ക് ആണ് F10. F11 ഫുൾ സ്ക്രീൻ ആണ്. F11 ഫുൾ സ്ക്രീൻ, അത് ഈ രീതിയിൽ ഓർത്താൽ മതി. ഈ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഈ സ്ക്രീന് പോലെ അല്ല ഇരിക്കണം, മുകളിലും താഴെയും രണ്ട് വര വരാണെന്നുണ്ടെങ്കിൽ, സോറി ഞാൻ ചെയ്തപ്പോൾ മാറിപ്പോയതാ, ഇതാണ് ഫുൾ സ്ക്രീന് എന്ന് ഓർത്താൽ മതി. അപ്പൊ F11 എന്നാൽ ഫുൾ സ്ക്രീന് പോലെ അല്ല ഇരിക്കുന്നത്, മുകളിലും താഴെയും രണ്ട് വര കൊടുത്താൽ മതി, ഇതുപോലെ ആവും. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. F11 ഫുൾ സ്ക്രീൻ ആണ്. എങ്കിൽ F12 സേവ് അസ് എന്ന് ഓർത്തോളൂ. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. F12 എന്നാൽ 1, 2 ഉണ്ടല്ലോ. അപ്പൊ ഫ്രണ്ട് ഒന്നാമത്തെ ഫ്രണ്ടും രണ്ടാമത്തെ ഫ്രണ്ടും കൂടെ ചേർന്ന് നമ്മളെ സേവ് ചെയ്തു, രക്ഷിച്ചു എന്ന് ഓർത്താൽ മതി. അതാണ് സേവ് അസ്. 1 മാത്രമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹെൽപ്പിന് വിളിക്കും. അപ്പൊ ഒന്നാമനും രണ്ടാമനും ഒരുമിച്ച് ചേരുന്നത് നമ്മൾ ഏതെങ്കിലും അപകടത്തിൽ നിന്നും സേവ് ചെയ്യാനാണ് എന്ന് ഓർത്താൽ മതി. F12 സേവ് അസ് എന്ന് ഓർത്തോളൂ. അപ്പൊ ഫംഗ്ഷൻ കീയുടെ ഷോർട്ട് കട്ട്സ് ഇത്രയുമാണ്. എങ്കിൽ നമുക്ക് അടുത്ത് കീബോർഡിലെ വിൻഡോ കീയും പിന്നെ വിൻഡോ കീയുമായിട്ട് ചേർന്ന് വരുന്ന കുറച്ച് സുപ്രധാനപ്പെട്ട ഷോർട്ട് കട്ടുകളാണ്. വിൻഡോ എന്നാൽ ടു ഡിസ്പ്ലേ ഓർ ഹൈഡ് സ്റ്റാർട്ട് മെനു ആണ്. അത് നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. വിൻഡോ എന്നാൽ ജനല് എന്ന് ഓർത്തോളൂ, നമ്മുടെ റൂമിലെ ജനല് തന്നെ. ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ കാണാനായിട്ട് നമ്മൾ വിൻഡോ തുറക്കുമല്ലേ, അത് ഡിസ്പ്ലേ ചെയ്യും. ചിലപ്പോൾ നല്ല ഉറക്കത്തിലാവുമ്പോഴത്തേക്കും ഈ വിൻഡോ വഴി വന്നിട്ട് വെട്ടമൊക്കെ കണ്ണിൽ തട്ടാതിരിക്കാനായിട്ട് വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യണം. ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മൾ വിൻഡോ ഡിസ്പ്ലേ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യും. ആ രീതിയിൽ ഓർത്തോളൂ. അപ്പൊ വിൻഡോ എന്നാൽ ജനാല, റൂമിലെ വിൻഡോ വെച്ചിട്ട് ഓർത്താൽ മതി. ടു ഡിസ്പ്ലേ ഓർ ഹൈഡ് സ്റ്റാർട്ട് മെനു, അതാണ്. ഒരു ദിവസം സ്റ്റാർട്ട് ആകുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും അല്ലെങ്കിൽ ഹൈഡ് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ വിൻഡോ പ്ലസ് ഡി ടു ഡിസ്പ്ലേ ഓർ ഹൈഡ് ദ ഡെസ്ക് ടോപ്പ് എന്ന് ഓർത്തോളൂ. അത് ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. പ്രേമം സിനിമ കണ്ടിട്ടില്ലേ, അതിൽ മലർ മിസ് മലരേ ആ പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും ജനാല വഴി മലർ മിസ് നോക്കുമ്പോഴത്തേക്കും നിവിൻ പോൾ ഇങ്ങനെ കാണിക്കുമല്ലോ, ഇങ്ങനെ ചിരിക്കാനൊക്കെ പറയും. അപ്പോ ആ ജനാല വഴി നോക്കുമ്പോഴത്തേക്കും കാണുന്ന എന്താണ്, നിവിൻ പോളി ഡെസ്കിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഈ പ്രവൃത്തികൾ കാണിക്കുന്നത്. അപ്പൊ വിൻഡോ പ്ലസ് ഡെസ്ക്, വിൻഡോ വഴി നോക്കുമ്പോഴത്തേക്കും ഡെസ്കിന്റെ ടോപ്പിൽ നിവിൻ പോളി, അത് വെച്ചിട്ട് വിൻഡോ പ്ലസ് ഡി എന്നാൽ ഡെസ്ക്ടോപ്പ് ആണ്. ടു ഡിസ്പ്ലേ ഓർ ഹൈഡ് ദ ഡെസ്ക് ടോപ്പ്, ആ രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ വിൻഡോ പ്ലസ് എം എന്നാൽ ടു മിനിമൈസ് ആൾ ഓപ്പൺ വിൻഡോ, തുറന്നു കിടക്കുന്ന എല്ലാ വിൻഡോയും അടയ്ക്കുമ്പോഴത്തേക്കും അത് മിനിമൈസ് ആണ് ചെയ്യുന്നത് അല്ലെ, മിനിമൈസ്, ആ രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പൊ ആ മിനിമൈസ് ആണ് ഇതും. വിൻഡോ പ്ലസ് എം എന്നാൽ വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്കിൽ വിൻഡോ പ്ലസ് യു എന്നാൽ ടു ഓപ്പൺ യൂട്ടിലിറ്റി മാനേജർ, ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. നമ്മൾ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് മാനേജർ പറയാണ് യു കമിൻ, യു കമിൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്താണ് പുള്ളി നമ്മളെ യൂട്ടിലൈസ് ചെയ്യാനായിരിക്കും മാനേജർ വിളിക്കുന്നത്. യു കമിൻ എന്ന് പറയുമ്പോഴത്തേക്കും വിൻഡോ പ്ലസ് യു, മാനേജർ ആണ് വന്ന് യു കം എന്ന് പറയുന്നതെന്ന് ഓർത്താൽ മതി. ടു ഓപ്പൺ യൂട്ടിലിറ്റി മാനേജർ, മാനേജർ ഏതെങ്കിലും രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിരിക്കും പറയുന്നത്. വിൻഡോ തുറന്ന് യു കം, അങ്ങനെ കണക്ട് ചെയ്യൂ. എങ്കിൽ വിൻഡോ പ്ലസ് എല്, വിൻഡോയിൽ എല് എന്നാൽ ലോക്ക് എന്നോർത്തോളൂ. വിൻഡോയിൽ ലോക്ക് ഇട്ടു, ടു ലോക്ക് ദ കീബോർഡ് ആണ്. വിൻഡോ പ്ലസ് എല് ടു ലോക്ക് ദ കീബോർഡ്, ആ എല് എന്നാൽ ലോക്ക് എന്ന് കണക്ട് ചെയ്താൽ മതി. എങ്കിൽ എസ്ക് എന്നിന്റെ ഷോർട്ട് കട്ട് എന്നാൽ ക്യാൻസൽ ദ കറന്റ് ടാസ്ക്, ഒരു കറന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒരാൾക്ക് കൊടുക്കുകയാണ്, അത് ഒരു ഭഗീരഥ ടാസ്ക് ആണ് എന്നോർത്തോളൂ. എങ്കിൽ അയാൾ പേടിച്ച് എസ്കേപ്പ് ആവുമല്ലേ, അതോടുകൂടി ആ ടാസ്കും ക്യാൻസൽ ആവും. അപ്പൊ എസ്ക് എന്നാൽ എസ്കേപ്പ്, ഒരു ടാസ്ക് ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അയാൾ അതിട്ടിട്ട് എസ്കേപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ടാസ്ക് ക്യാൻസൽ ആവും. ആ രീതിയിൽ കണക്ട് ചെയ്യൂ. ഒരാള് ഒരു ടാസ്ക് ഇട്ടിട്ട് എസ്കേപ്പ് ആയി, യെസ് ക്യാൻസൽ ദ കറന്റ് ടാസ്ക്, ആ രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. എങ്കിൽ ആൾട്ട് പ്ലസ് ടാബ് എന്ത് എന്നാൽ സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ ആപ്ലിക്കേഷൻ. ആൾട്ട് എന്നാൽ അള്ളുക എന്ന് ഓർത്താൽ മതി. നമ്മൾ ടാബ്ലറ്റ് ഒക്കെ അള്ളിയല്ലേ ഓപ്പൺ ചെയ്യുന്നത്, അപ്പൊ അതിലൊരു ഓപ്പൺ ഉണ്ട്, അതാണ് സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ആൾട്ട് പ്ലസ് ടാബ്. ടാബ് നമ്മൾ അള്ളി തുറന്നു എന്ന് ഓർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് കമ്പ്യൂട്ടറും ഓർത്ത് വെച്ചോളൂ, അതിൽ രണ്ട് മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളി ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോ സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ ആപ്ലിക്കേഷൻ ആണ് ആൾട്ട് പ്ലസ് ടാബ്. എങ്കിൽ ആൾട്ട് പ്ലസ് പ്രിന്റ് സ്ക്രീന്, ഒരു സ്ക്രീനിന്റെ പ്രിന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലേ, അപ്പൊ അതിൽ തന്നെയുണ്ട് പ്രിന്റ് സ്ക്രീന് എന്നാൽ സ്ക്രീൻഷോട്ട് ആണ്. എങ്കിൽ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡി എന്ത് എന്നാൽ റൈറ്റ് ഡേറ്റ് ആണ്. ആൾട്ട് എന്നാൽ ആള് എന്നോർത്തോളൂ. ഒരാള് ഷിഫ്റ്റ് ചെയ്യും എപ്പോഴും അല്ലെ, ഇന്ന് വരണ്ട നാളെ വന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റന്നാ വന്നാൽ മതി, അങ്ങനെ ഡേറ്റ് മാറ്റി പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ആള് ഷിഫ്റ്റ് ചെയ്തു, ഡേറ്റ്, അതിനൊരു ഡേറ്റ് ഉണ്ട്, യെസ് റൈറ്റ് ഡേറ്റ്. എങ്കിൽ അതേപോലെ തന്നെ ആൾക്കാർ ടൈമും ഷിഫ്റ്റ് ചെയ്യാറുണ്ടല്ലേ, അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ആൾട്ട് ഷിഫ്റ്റ് ടി എന്ത് എന്നാൽ ആള് ഷിഫ്റ്റ് ചെയ്തു ടൈം. ഒരു 3:30 വന്നു, അല്ലാന്നുണ്ടെങ്കിൽ 5:30 വന്നു, അല്ലാന്നുണ്ടെങ്കിൽ 6:30 തരാമെന്നൊക്കെ പറയുമല്ലോ, അത് വെച്ചിട്ട് ആള് ഷിഫ്റ്റ് ചെയ്തു ടി എന്നാൽ അതിനൊരു ടൈം ഉണ്ട്, ആള് ടൈം ഷിഫ്റ്റ് ചെയ്തു എന്ന് ഓർത്താൽ മതി. റൈറ്റ് ടൈം, ഈ രീതിയിൽ കണക്ട് ചെയ്യുക.
എങ്കിൽ ഇനി കൺട്രോൾ കീയുമായിട്ട് ചേർന്ന് വരുന്ന സുപ്രധാനപ്പെട്ട കുറച്ച് ഷോർട്ട് കട്ടുകളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. കൺട്രോൾ പ്ലസ് എ എന്തിന്റെ ഷോർട്ട് കട്ട് എന്നാൽ സെലക്ട് ആള്. ഈ രീതിയിൽ ഓർത്തോളൂ. ആൽഫബറ്റിക്കൽ വരുമ്പോഴത്തേക്കും എ ഫോർ ആപ്പിൾ എന്നല്ലേ പറയുന്നത്, അതേപോലത്തെ പേരാണ് എ ഫോർ ആള്. അപ്പൊ കീബോർഡിലോട്ട് വരുമ്പോഴത്തേക്കും ആപ്പിൾ പോലെ ഇവിടെ ആപ്പിളിന് പകരം ആളാണ് എന്നോർത്തോളൂ. അപ്പൊ കൺട്രോൾ പ്ലസ് എ എന്നാൽ ആ എ ഫോർ ആള് എന്നോർത്താൽ മതി, സെലക്ട് ആള്. എങ്കിൽ കൺട്രോൾ പ്ലസ് ബി എന്ത് എന്നാൽ ബോൾഡ് ആണ്. ആൽഫബറ്റിക്കൽ വരുമ്പോഴത്തേക്കും ബി ഫോർ ബോൾ, എങ്കിൽ കീബോർഡിലോട്ട് വരുമ്പോഴത്തേക്കും കൺട്രോൾ പ്ലസ് ബി ഫോർ ബോൾഡ്, ബോള് ബോൾഡ്, ആ രീതിയിൽ മാറി എന്ന് ഓർത്താൽ മതി. എങ്കിൽ കൺട്രോൾ പ്ലസ് സി എന്ത് എന്നാൽ കോപ്പി, സി ഫോർ കാറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ സി ഫോർ കോപ്പി കാറ്റ് എന്ന് പഠിച്ചോളൂ. അപ്പൊ നമുക്ക് കണക്ട് ആവും. കൺട്രോൾ പ്ലസ് സി എന്നാൽ കോപ്പിയാണ്, കോപ്പി കാറ്റ്. കമ്പ്യൂട്ടറിലോട്ട് വരുമ്പോഴത്തേക്കും സി ഫോർ കോപ്പി കാറ്റ്, ആൽഫബറ്റിക്കൽ കാറ്റ് ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ സി ഫോർ കോപ്പി കാറ്റ്, യെസ് കോപ്പിയാണ്. എങ്കിൽ കൺട്രോൾ പ്ലസ് എക്സ് എന്ത് എന്നാൽ കട്ടാണ്. ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്രിക പോലെയല്ലേ ഇരിക്കുന്നത്, കത്രിക പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ് എന്നുള്ള രീതിയിൽ ഓർക്കണ്ട, ഇത് കത്രികയാണ്. അപ്പൊ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. എങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എക്സ് വരുമ്പോൾ ക്രോപ്പ് ആണ്. ഇതൊരു ഫോട്ടോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റും കൂടെ ആഡ് ആവുമെന്ന് ഓർത്തോളൂ. കൺട്രോൾ പ്ലസ് എക്സ് എന്നാൽ കട്ട്, ഇവിടെ കത്രിക മാത്രമേ ഉള്ളൂ. എങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് കത്രിക വരും എന്നോർത്തോളൂ. എങ്കിൽ ഫോട്ടോ നമ്മൾ കത്രിക വെച്ചിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്, ക്രോപ്പ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെ. അവിടെയും കട്ട് ചെയ്യാണ്. നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഫോട്ടോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് കത്രിക വരും, അപ്പൊ ക്രോപ്പ് ആവും എന്ന് ഓർത്തോളൂ. എങ്കിൽ കൺട്രോൾ പ്ലസ് വി പേസ്റ്റ് ആണ്. വി എന്നാൽ പല്ല് പോലെയല്ലേ ഇരിക്കുന്നത്, നമ്മുടെ പാൽപ്പല്ല് എന്നൊക്കെ പറയല്ലോ കൊച്ചുകുട്ടികളുടെ ഒക്കെ, അത് വി പോലത്തെ ഷേപ്പിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പല്ലിന്റെ വേര് ഉൾപ്പെടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വി ഷേപ്പ് ആയിരിക്കും. അപ്പൊ വി എന്നാൽ പല്ല് എന്നോർത്താൽ മതി. അപ്പൊ പല്ലിന് പേസ്റ്റ് വേണമല്ലേ, യെസ് കൺട്രോൾ പ്ലസ് വി പേസ്റ്റ് ആണ്. അപ്പൊ വി എന്നാൽ പല്ല്, പല്ലിന് പേസ്റ്റ് വേണം, ആ രീതിയിൽ കണക്ട് ചെയ്യണം. ഇതിൽ കൺട്രോൾ പ്ലസ് ഡി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡി എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് ആരെങ്കിലും ഒരു സാധനം തന്ന് പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഡി ഡ്യൂപ്ലിക്കേറ്റ് തരില്ലേ അല്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യണം. കൺട്രോൾ പ്ലസ് ഡി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് സാധനം തന്ന് ഒരു പെൺകുട്ടി പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി ഡ്യൂപ്ലിക്കേറ്റ് തരില്ലെന്നാണ് പറയുന്നത്, യെസ് കൺട്രോൾ പ്ലസ് ഡി ഡ്യൂപ്ലിക്കേറ്റ്. എങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡി വരാണെന്നുണ്ടെങ്കിൽ ഡബിൾ അണ്ടർലൈന്. അവിടെ ഷിഫ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡി ഡബിൾ ആവും, ഡബിൾ അണ്ടർലൈന് എന്ന് ഓർത്താൽ മതി. എങ്കിൽ കൺട്രോൾ പ്ലസ് എല്, കൺട്രോൾ പ്ലസ് ആറ് എന്നിവ ലെഫ്റ്റ് റൈറ്റ് എന്ന് ഓർത്തോളൂ. നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും പോകുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്തിട്ടായിരിക്കും അല്ലേ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകുന്നത്. അപ്പൊ അത് പ്രകാരം കീബോർഡില് എല് ആറ് എന്നാൽ ലെഫ്റ്റ് റൈറ്റ്. കൺട്രോൾ ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എല്, കൺട്രോൾ ചെയ്തിട്ട് റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ആറ്, ആ രീതിയിൽ കണക്ട് ചെയ്യണം. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രസന്റേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിരുന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നാലോ അത് നമ്മുടെ പ്രസന്റേഷന്റെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുവരാനായിട്ട് പറ്റും. കൺട്രോൾ പ്ലസ് എല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റേഷന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. കൺട്രോൾ പ്ലസ് ആറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രസന്റേഷന്റെ റൈറ്റ് സൈഡിലോട്ട് പോകും. എങ്കിൽ മിഡിലിൽ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഇ കൊടുത്താൽ മതി. കൺട്രോൾ പ്ലസ് ഇ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ അലൈൻമെന്റ് ആയി മാറും എന്ന് ഓർത്തോളൂ. അപ്പൊ കൺട്രോൾ പ്ലസ് എല് എന്നാൽ ലെഫ്റ്റ് അലൈൻമെന്റ്, ലെഫ്റ്റിലോട്ട് വരും. കൺട്രോൾ പ്ലസ് ആറ് എന്നാൽ റൈറ്റ് അലൈൻമെന്റ്. കൺട്രോൾ പ്ലസ് ഇ എന്നാൽ സെന്റർ അലൈൻമെന്റ്. സെന്ററിന്റെ രണ്ടാമത്തെ ലെറ്റർ ആണ് ഇ. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഓർക്കാം. ആൽഫബറ്റിക് അനുസരിച്ച് ഇ ഫോർ എലിഫന്റ് എന്നാണ്. എങ്കിൽ കമ്പ്യൂട്ടറിലോട്ട് വരുമ്പോഴത്തേക്കും കൺട്രോൾ പ്ലസ് ഇ ഫോർ സെന്റർ എന്ന് ഓർത്തോളൂ. അപ്പോ എലിഫന്റ് സെന്ററിൽ ആണ് എന്ന് കണക്ട് ചെയ്താൽ മതി. എങ്കിൽ കൺട്രോൾ പ്ലസ് എഫ് ഫൈൻഡ് ആണ്. എഫ് ഫൈൻഡ്, എഫ് ഫൈൻഡ്. എങ്കിൽ കൺട്രോൾ പ്ലസ് ജി എന്നാൽ ഗോ ടു എന്നാണ്. നമുക്ക് ഹിന്ദി പറയുന്ന സുഹൃത്തുക്കളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അവരുടെ അടുത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും പറയുന്നത്, കൺട്രോൾ ചെയ്തിട്ട് ജി ഗോ ഗോ എന്ന് പറയുമല്ലേ. അവരാണ് എല്ലാവരെയും ജി ചേർത്ത് വിളിക്കുന്നത്. ജി ഗോ ഗോ എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ. കൺട്രോൾ പ്ലസ് ജി എന്നാൽ ഗോ ടു. അവർ കൺട്രോൾ ചെയ്തിട്ട് ജി ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറയുകയാണ്. കൺട്രോൾ ചെയ്തിട്ട് ജി ഗോ എന്ന് അവർ പറയും. കൺട്രോൾ പ്ലസ് ജി ഗോ ടു. ഇത് കൺട്രോൾ പ്ലസ് ഐ എന്നാൽ ഇറ്റാലിക് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ ഒക്കെ വന്നിട്ട് നമുക്ക് ഇറ്റാലിക് സ്റ്റൈലിലൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനായിട്ട് കൺട്രോൾ പ്ലസ് ഐ കൊടുത്താൽ മതി. കോർഡിനേറ്റ് ഈ രീതിയിൽ ഓർത്തോളൂ. ഐ എന്നാൽ ഞാൻ ഇറ്റലിക്ക് പോയി. ആ ഞാൻ എന്നാൽ ഐ ആണ്. കൺട്രോൾ പ്ലസ് ഐ ഇറ്റാലിക്ക്. എങ്കിൽ കൺട്രോൾ പ്ലസ് എം എന്നാൽ ന്യൂ സ്ലൈഡ് ആണ്. എമ്മിന്റെ കൂടെ എസും ചേർന്ന് വരുന്നു എന്ന് ഓർത്താൽ മതി. ആ എസ് സ്ലൈഡ് ആണ്, ന്യൂ സ്ലൈഡ് ആണ്. നമ്മളെ എം എസ് ധോണിയുടെ ഒക്കെ ഇനിഷ്യൽ എം എസ് എന്നല്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യണം. ആ എം എന്നാൽ കൺട്രോൾ പ്ലസ് എം, അതിൽ കൂടെ വരുന്ന എസ് എന്നാൽ സ്ലൈഡ് ആണ്, അത് ന്യൂ സ്ലൈഡ് എന്നോർത്താൽ മതി. എങ്കിൽ കൺട്രോൾ പ്ലസ് എൻ എന്നാൽ
ന്യൂ ആണ് എന്നോർത്തോളൂ. ന്യൂ പേജ് ഓപ്പൺ ചെയ്യാൻ Ctrl+N ആണ്. ഇതിൽ Ctrl+O ഓപ്പൺ ആണ്. ഓയുടെ ഷേപ്പ് തന്നെ ഈ ഓപ്പൺ ആയ പോലെയല്ലേ ഇരിക്കുന്നത്. ഈ ജനലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഷേപ്പിലല്ലേ വരുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോളൂ. Ctrl+O എന്നാൽ ഓപ്പൺ ആണ്. എങ്കിൽ Ctrl+P എന്നാൽ പ്രിന്റ് ആണ്. Ctrl+S എന്നാൽ സേവ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ബേസ് ചെയ്തിട്ട് കൂടുതലും പിയും എസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പ്രിന്റ്, സേവ്, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിട്ട് സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആ ലെറ്റേഴ്സ് ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് Ctrl+P പ്രിന്റ്, Ctrl+S സേവ് ആണ് എന്നോർത്തോളൂ. എങ്കിൽ Ctrl+T ന്യൂ ടാബ് ആണ് എന്നോർത്തോളൂ. T ഫോർ ടാബ്ലെറ്റ് അല്ലെങ്കിൽ ടാബ് എന്ന് കണക്ട് ചെയ്താൽ മതി. Ctrl+T ന്യൂ ടാബ്. Ctrl+U അണ്ടർലൈൻ ആണ്. യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറയുമല്ലോ, യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പൊ അത് വെച്ചിട്ട് U ഫോർ അതിലൊരു അണ്ടർ ഉണ്ട്, ആ രീതിയിൽ കണക്ട് ചെയ്തോളൂ. Ctrl+U കൺട്രോൾ ചെയ്തിട്ടല്ലേ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുന്നത്. യെസ്, ആ അണ്ടർ ആണ്, അണ്ടർലൈന് എന്നോർത്താൽ മതി. Ctrl+U അണ്ടർലൈന്. ഇതിൽ Ctrl+W ക്ലോസ് വിൻഡോ ആണ് എന്നോർത്താൽ മതി. W എന്നാൽ വിൻഡോ, ആ വിൻഡോയിലുള്ള W ആണ് എന്ന് കണക്ട് ചെയ്തോളൂ. Ctrl+W ക്ലോസ് വിൻഡോ. എങ്കിൽ Ctrl+Y റീഡു. വൈ റീഡു ആണ്. നമ്മളടുത്ത് ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ റീഡു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും വൈ എന്ന് പറയുമല്ലോ. അത് വെച്ചിട്ട് ഓർക്കണം Ctrl+Y എന്നാൽ റീഡു ആണ്. എങ്കിൽ Ctrl+Z അൺഡു ആണ് എന്ന് ഓർത്തോളൂ. Z എന്നാൽ ആൽഫബറ്റിക്കിലെ ഏറ്റവും അവസാനത്തെ ലെറ്റർ ആയി. അവസാനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പറയുമല്ലോ അൺഡു അൺഡു എന്ന് പറയുമല്ലോ. അത് വെച്ചിട്ട് കണക്ട് ചെയ്യണം. Ctrl+Z അൺഡു ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ ഷോർട്ട് കട്ട് കീസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ് റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഞാൻ നിങ്ങൾക്ക് ക്ലാസിന്റെ നോട്ട് അയച്ചേക്കാം. അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ള എല്ലാ ക്ലാസിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. വരുന്ന ക്ലാസ്സിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും നമുക്ക് കവർ ചെയ്യേണ്ട എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നതായിരിക്കും. പാരലായിട്ട് സ്കീംസ്, പദ്ധതികളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും ചെയ്യുന്നുണ്ട്. അതും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണൂ. പൊളിറ്റി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. 448 ആർട്ടിക്കിളിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട എല്ലാ ആർട്ടിക്കിളും കോഡിലൂടെ ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ട്. 106 ഭേദഗതികളിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട ഭേദഗതികളെല്ലാം കോഡിലൂടെ ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ട്. വേറെയും ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ ഓരോന്നോരോന്നായിട്ട് കാണൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.